നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ പഞ്ചായത്തിൽ പാകിസ്ഥാൻ മുക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എന്തായാലും ഇന്നത്തോടുകൂടി ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ നിന്ന് മാറാൻ പോവുകയാണ്. അവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി ആ പേര് മാറ്റാൻ തീരുമാനമെടുത്തു. ഇനി 2 ദിവസം പുതിയ പേര് വരും. ഈ പേര് മാറ്റാൻ വേണ്ടിയിട്ട് കുന്നത്തൂർ നിയോജക മണ്ഡലം BJPയുടെ നേതൃത്വത്തിൽ വലിയൊരു സമരമൊക്കെ നടത്തി. അതെന്തായാലും വിജയിച്ചു. ആ സമരം നടത്തിയ എല്ലാ ആൾക്കാർക്കും അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ഈ പേര് മാറ്റാൻ തീരുമാനമെടുത്ത കുന്നത്തൂർ പഞ്ചായത്ത് ഭരണസമിതിക്കും അഭിനന്ദനങ്ങൾ. ഒന്ന് ആലോചിക്കേണ്ടത്, അവർ പാകിസ്ഥാൻ നമ്മളെ ദ്രോഹിക്കുന്ന ഈ നാറികളുടെ പേരുകൾ നമ്മുടെ ഇന്ത്യയുടെ ഒരു കവലകളിലും വരാൻ പാടില്ല. ദേശീയതയെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ദേശീയതയെ സ്നേഹിക്കുന്ന നമ്മുടെ ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരും അങ്ങനെ ഒരു തീരുമാനമാണ് എടുക്കേണ്ടത്. അവർ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അവരുടെ മതരാഷ്ട്രം അവർ വെട്ടിമുറിച്ച് കൊണ്ടുപോയിട്ട് ഇന്ത്യയെ വെട്ടിമുറിച്ച് കൊണ്ടുപോയതിന് ശേഷം നമ്മളെ നിരന്തരം അവർ ദ്രോഹിക്കുക ചെയ്യുന്നത്. അങ്ങനെ ദ്രോഹിക്കുന്ന യുവമാരുടെ പേര് നമ്മുടെ ഒരു കവലകളിലും വരാൻ പാടില്ല. ഇല്ലേ? അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തായാലും ഇങ്ങനെ തീരുമാനമെടുത്തത് താമസിച്ചു പോയി. ഇനിയാണെങ്കിലും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഭാഗത്ത് ഈ പേര് ഇങ്ങനെയുള്ള പേര് പാകിസ്ഥാൻ മുക്കെന്നോ പാകിസ്ഥാൻ ജംഗ്ഷനെന്നോ ഏത് രീതിയിലുള്ള പേരുണ്ടെങ്കിലും മാറ്റുക, വളരെ വേഗം തന്നെ മാറ്റുക. ഇനി ചൈനയുടെ ആയിക്കോട്ടെ, അവന്മാരുടെയും പേര് വേണ്ട. കാര്യം നമ്മളെ ദ്രോഹിക്കുന്ന 2 രാജ്യങ്ങളാണ് ഈ ചൈനയും അതുപോലെ തന്നെ പാകിസ്ഥാൻ, പിന്നെ ബംഗ്ലാദേശൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുടെ പേരൊന്നും നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ റോഡിനോ അല്ലെങ്കിൽ ജംഗ്ഷനോ എങ്ങും കൊടുക്കാനേ പാടില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും ഇങ്ങനെ തീരുമാനമെടുത്ത എല്ലാ ആൾക്കാർക്കും അഭിനന്ദനങ്ങൾ. താമസിച്ച് പോയെങ്കിൽ നല്ല തീരുമാനമാണ് കുന്നത്തൂർ പഞ്ചായത്ത് സമിതി എടുത്തത്. എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.